على أشرف رسول الله وعلى آله وصحبه أجمعين برضا الله أما بعد. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ മുത്തഅല്ലിം സുഹൃത്തുക്കൾ, അടിമത്തം ഇസ്ലാമിക സ്ട്രാറ്റജി കൃത്യമാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ആത്യന്തികമായി മനുഷ്യനെ അടിമയാക്കുന്നതിന് എതിരാണ് ഇസ്ലാം. അള്ളാഹുവിലേക്കുള്ള ദാസ്യതയിലേക്കാണ് പ്രവാചകന്മാരെല്ലാം മനുഷ്യരെ വിളിച്ചത്. അടിമ വ്യവസ്ഥ ഇസ്ലാം ഉണ്ടാക്കിയതല്ല. അടിമത്തത്തെ ക്രമാനുഗതമായി ഇല്ലാതാക്കാനുള്ള പ്രായോഗിക രീതികൾ അവലംബിച്ച മതമാണ് ഇസ്ലാം. ചരിത്രാതീത കാലം മുതലേ അടിമത്തം നിലനിന്നു പോന്നിരുന്നു. പുരാതന ഈജിപ്ഷ്യൻ, റോമൻ, സിറിയൻ സാമ്രാജ്യങ്ങളിലെല്ലാം അടിമത്തം ഉണ്ടായിരുന്നു. ഈജിപ്തിൽ പിരമിഡുകളുമായി ബന്ധപ്പെട്ടും റോമയിൽ ഗ്ലാഡിയേറ്ററുമായി ബന്ധപ്പെട്ടും അടിമകൾ അനുഭവിച്ച യാതനകൾ ലോക ചരിത്രത്തിന് സുപരിചിതമാണ്. 19-ാം നൂറ്റാണ്ട് വരെ അമേരിക്കയിലും അടിമത്തം നിലനിന്നു പോന്നിരുന്നു. അന്നത്തെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് അടിമ വ്യവസ്ഥയായിരുന്നു. മാത്രമല്ല, ഗോത്രങ്ങൾ തമ്മിലുള്ള വൈര്യം കാരണവും റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ കാരണവും യുദ്ധം സർവ്വസാധാരണമായിരുന്നു അറേബ്യയിൽ. യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെടുന്ന ആളുകളെ അടിമകളാക്കുന്ന സമ്പ്രദായവും പതിവായിരുന്നു. നൂറ്റാണ്ടുകളായി വരുന്ന ഈ സാമൂഹിക വ്യവസ്ഥയാണ് ഇസ്ലാം അനുകരിക്കേണ്ടി വന്നത്. അടിമത്ത സമ്പ്രദായം ഒറ്റയടിക്ക് നിരോധിച്ചാൽ അടിമകൾ നാഥനില്ലാതെ തെരുവിൽ അലയും, പട്ടിണി കിടക്കും, തമ്മിൽ തല്ലിച്ചാകുമെന്നല്ലാതെ എന്ത് സംഭവിക്കാൻ? അന്നത്തെ സമൂഹത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമാവുകയും ചെയ്യും. അടിമ വ്യാപാരത്തെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകളെ അത് പകയിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിടും. ആ പരിഷ്കാരത്തിനെതിരെ പുതിയ സംഘർഷങ്ങൾ കൂടി ഉണ്ടായി. യുദ്ധങ്ങളുടെ എണ്ണം കൂടും. എബ്രഹാം ലിങ്കൻ പൊടുന്നനെ അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചപ്പോൾ നിരവധി അടിമകൾ പട്ടിണിയിലും അരക്ഷിതാവസ്ഥയിലുമായത് ലോകം കണ്ടതാണ്. അതുകൊണ്ടു തന്നെ അടിമത്തത്തെ ഒറ്റയടിക്ക് നിരോധിക്കുന്നത് ഒഴിവാക്കി അടിമത്തത്തെ ഘട്ടം ഘട്ടമാക്കി ഇസ്ലാം നിർവീര്യമാക്കി കളഞ്ഞു. അതിന്റെ നാൾവഴികൾ നോക്കാം. ഒന്നാമതായി പറയുന്നത്, അടിമത്തത്തെ മോചിപ്പിക്കുക എന്നത് സ്വർഗപ്രവേശനത്തിനുള്ള പുണ്യപ്രവൃത്തിയായി പഠിപ്പിച്ചു. സ്വർഗപ്രവേശനത്തിനുള്ള പുണ്യപ്രവൃത്തിയായി സൂറത്തുൽ ബലദിലെ 12-ാം വചനം ഫഖുറഖബ, അതായത് അടിമത്ത മോചനം പറയുന്നുണ്ട്. രണ്ടാമതായി പറയുന്നത്, സകാത്തിന്റെ വിഹിതം നൽകേണ്ട 8 വിഭാഗക്കാരിൽ ഒന്ന് അർ-റഖബ, അതായത് മോചന പത്രം എഴുതപ്പെട്ട അടിമ. മൂന്നാമതായി പറയുന്നത്, കൊലപാതകത്തിന് പ്രായശ്ചിത്തമായി സൂറത്തു നിസാഇന്റെ 93-ാം വചനം പഠിപ്പിക്കുന്നത് അതായത് അടിമ സ്ത്രീയുടെ മോചനമാണ്. സത്യലംഘനത്തിന് പ്രതിവിധിയായി സൂറത്തുൽ മാഇദ പരിചയപ്പെടുത്തുന്നത് അടിമത്ത മോചനമാണ്. ചരിത്രത്തിൽ ആദ്യമായി അടിമകളുമായി കരാറുണ്ടാക്കി മോചന പത്രത്തിൽ ഒപ്പിടുന്ന മുഖാത്തസത്ത് കർമ്മം പുണ്യപ്രവൃത്തിയായി ഇസ്ലാം പഠിപ്പിച്ചു. മോചന പത്രത്തിൽ ഒപ്പിടാനും അടിമകളെ മോചിപ്പിക്കാനും പിന്നീട് അറേബ്യയിൽ മുസ്ലിങ്ങൾ മത്സരിച്ച് രംഗത്ത് വന്നു. മുസ്ലിം നിസ്കാരത്തിന് സമയമായി എന്നറിയിക്കുന്ന മുന്നറിയിപ്പാണ് ബാങ്ക് വിളി. എല്ലാവരെയും നെട്ടിച്ചുകൊണ്ട് കഅബയുടെ മുകളിൽ കയറി നിന്ന് ചരിത്രത്തിലെ ആദ്യ ബാങ്ക് വിളിക്കാൻ ഇസ്ലാമിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ചത് എത്യോപ്യൻ അടിമയായ ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പ്രായശ്ചിത്തം, പശ്ചാത്താപം തുടങ്ങിയവർക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ഇസ്ലാം അറേബ്യയുടെ സാമൂഹ്യ ഘടനയിൽ പ്രതിവിധിയായി നിശ്ചയിച്ചത് അടിമത്ത മോചന സമ്പ്രദായമാണ്. ഒരു സമൂഹത്തിന്റെ വംശീയമായ മനോഘടനയെ ഇതുപോലെ അറ്റാക്ക് ചെയ്ത് കീഴ്മേൽ മറിച്ച്
മറ്റൊരു പ്രത്യാശാസ്ത്രവുമില്ല. അതുകൊണ്ട് തന്നെ അടിമത്ത വിഷയത്തിൽ ഇസ്ലാമിന്റെ സ്ട്രാറ്റജി വളരെ കൃത്യവും വ്യക്തവും പ്രായോഗികവുമാണെന്ന് വ്യക്തമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.